ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന പല്ലവിയുടെയും സേതുവിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷവും പ്രേമവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടിയും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ പല്ലവി ഇപ്പോഴുള്ളത് സേതുവിന്റെ അടുത്താണ് കേട്ടോ. അപ്പം സേതു വന്നിട്ടില്ല, സേതുവും ഹരിയും വന്നിട്ടില്ല. നമ്മുടെ മിത്രേട്ടനും അതുപോലെ ഉണ്ണിയും മാത്രമേ ഉള്ളൂ. അപ്പം മിത്രേട്ടനും ഉണ്ണിയും കൂടെ ഓരോ വാചകമൊക്കെ അടിച്ച് നമ്മുടെ പല്ലവിയുടെ കൂടെ ഇങ്ങനെ ആഹാരമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്തോ ബീഫ് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്തോ സംഭവമാണ് വെക്കുന്നത്. അപ്പം ഈ ഒരു സമയത്താണ് ഫോൺ ബെല്ലടിക്കുകയും ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഫോൺ പോയി എടുത്തപ്പോഴത്തേക്കും വേറെ ആരുമല്ല ഫോണില് അനിയത്തിയാണ് കേട്ടോ. അപ്പൊ അനിയത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എവിടെയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനിവിടെ സേതുവേട്ടന്റെ വീട്ടിലാന്ന് പറഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിപ്പോ ഒന്ന് വെച്ചിട്ട് പോടിയെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഈ കാര്യം അമ്മയോട് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അമ്മയോട് പറയരുത്, ഇനിയിപ്പോ അമ്മയ്ക്ക് അത് മതി, വേറെ ഒന്നും കൊണ്ടും അല്ല, വെറുതെ എന്തിനാ അമ്മേനെ ടെൻഷൻ അടിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ആരോടും പറയുമൊന്നും വേണ്ട ഇപ്പോഴെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മുറ്റത്ത് രണ്ടുപേര് വരുന്നത്. നമ്മുടെ സേതുവും ഹരിയും കൂടെ വന്ന് ഇറങ്ങാണ്. അങ്ങനെ സേതുവിനെ ഹരിനെ കണ്ടതും പല്ലവി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സേതുവിനെ ഹരിനെ കണ്ടത്. അങ്ങനെ സേതുവിനെ ഹരിനെ കണ്ടതും നമ്മുടെ പല്ലവി അങ്ങോട്ട് ഇറങ്ങി ചെന്നു. അപ്പം സേതു പറഞ്ഞു, പല്ലവി നേരത്തെ ഇങ്ങ് എത്തിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ നേരത്തെ എത്തി, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ട്രീറ്റ് തന്നില്ല, നിങ്ങൾക്കൊരു ട്രീറ്റ് തരണം എന്നൊക്കെ. ഞാൻ വലിയൊരു ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് തന്നേനല്ലോ, പിന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് കൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട വന്നത്. അല്ല, പല്ലവിക്ക് അതൊരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പല്ലവി പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഒന്നെങ്കിലും എനിക്ക് ജോലി മേടിച്ചു തന്ന സേതുവേട്ടനല്ലേ, സേതുവേട്ടന് ഇഷ്ടപ്പെടുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, കാരണം സേതുവേട്ടനോട് എന്നും എനിക്കൊരു കടപ്പാടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതേ സേതുവേട്ടനോട് മാത്രമല്ല ഇങ്ങോട്ടും വേണം കടപ്പാട്, ഞാനും കൂടെ എത്ര പാടുപെട്ടെന്നറിയാമോ, അവിടെ ഇവിടെയും കയറി ഇറങ്ങാനും നടക്കാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സേതുവേട്ടൻ ഇവിടെ ഇരുന്ന് ഓർഡർ ഇടും, ഞാൻ പോയി എല്ലാം നടപ്പിലാക്കും. ഹരി, നിന്നോടും കടപ്പാടുണ്ടടാ, നിന്നോട് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട്. സത്യം പറഞ്ഞാല് ഇപ്പൊ എനിക്കൊരു ജീവിതം, ഇങ്ങനെ എനിക്ക് ജോലിയൊക്കെ കിട്ടിയത് നിങ്ങളെല്ലാം കാരണമാണ്. അതുമല്ല, എന്നെ ആ പാതിരാത്രി സേതുവേട്ടൻ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ എൻ്റെ അവസ്ഥ എന്തായിരുന്നു. അതുകൊണ്ട് എന്തോ ദൈവം അയച്ചതാ സേതുവേട്ടനെ, അതാ എനിക്ക് തോന്നുന്നത്. ആ കടപ്പാടും നന്ദിയും ഞാൻ എന്നും കാണിക്കും സേതുവേട്ടനോട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവി പറയാണ് കേട്ടോ. ഏതായാലും പല്ലവി അകത്ത് അയ്യോ ഞാൻ സവോള വഴട്ടാൻ വേണ്ടിയൊക്കെ വെച്ചിട്ട് വന്നാന്ന് പറഞ്ഞു ഓടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതുവിനോട് ഹരി പറഞ്ഞു, കൊള്ളാം, ഇതേ കടപ്പാടും നന്ദിയും ഒന്നും അല്ല, ഇതിനിടയിൽ ചെറിയ സ്നേഹവും ഉണ്ട്, നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നറിയാം നമുക്ക് സ്നേഹം, സേതുവേട്ടനോട് പല്ലവിയേച്ചിക്ക് സ്നേഹം ഉണ്ടോ ഇല്ലോ എന്ന് ഇന്നറിഞ്ഞാൽ പോരെ, അതേതായാലും ഇന്നറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? അതൊക്കെ ഞാനും മിത്രേട്ടനും ഒക്കെ ചേർന്നൊരു ചെറിയ പ്ലാൻ ചെയ്യുന്നുണ്ട്, സേതുവേട്ടൻ അങ്ങ് നിന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വല്ല കുഴപ്പത്തിലും കൊണ്ട് ചാടിക്കാനാണോ? ഇതുവരെ ഞങ്ങളുടെ കൂടെ നടന്നിട്ട് സേതുവേട്ടൻ കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇനിയും കുഴപ്പത്തിൽ ചാടാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ പറയുന്നത് കേട്ടനുസരിച്ച് നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ബീഫ് ബിരിയാണി അല്ല, മട്ടൻ ബിരിയാണി അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ ഡൈനിങ് ടേബിളിലെല്ലാം കൊണ്ട് വിളമ്പി വെച്ചു കേട്ടോ. ആ വീട്ടിലെ ഏതോ എന്താ പറയാ, വീട്ടിലെ ആ ഒരു സ്വന്തം വീട് പോലെ തന്നെ നമ്മുടെ പല്ലവി കണ്ട ആ വീട്ടിലെ ഒരു വീട്ടമ്മയായിട്ട് തന്നെയാണ് കേട്ടോ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങ് ഇരുത്തി, ഇന്ന് ഞാൻ വിളമ്പി തരും, ഇന്ന് എന്റെ ട്രീറ്റ് അല്ലേ, അപ്പൊ ഇന്ന് ഞാനായിരിക്കും എല്ലാവർക്കും വിളമ്പി തരുന്നത്. അതുകൊണ്ട് മിത്രേട്ടനും അതുപോലെ തന്നെ ഉണ്ണിയും ഹരിയും സേതുവേട്ടനൊക്കെ അവിടെ ഇരുന്നേ ഞാൻ വിളമ്പാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ മിത്രേട്ടൻ പറയുന്നത്, സേതു, നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, എന്താണെന്നറിയാമോ? അതെ, നിനക്ക് 1-2 ആലോചന വന്നിട്ടുണ്ട്. പെണ്ണുങ്ങള് തരക്കേടില്ല, കൊള്ളാം, അപ്പൊ പിന്നെ നമുക്ക് ഒന്ന് നോക്കിയാലോ സേതു എന്ന് പറയുമ്പോ സേതു പറഞ്ഞു, എനിക്ക് ആലോചനയോ? എന്താ സേതുവിന് ആലോചന കൊണ്ടുവരാൻ പറ്റില്ലേ? എടാ സേതു, നിനക്ക് വിവാഹപ്രായം ആയില്ലേ, നീ ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് നിന്നാ മതിയോടാ, നിനക്ക് വേണ്ട ഒരു കുടുംബവും കുട്ടികളും ഒക്കെ, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ആയി പോവില്ലേ സേതു, നീ വിവാഹം കഴിച്ചേ പറ്റൂ. ഏതായാലും 2-3 പെൺകുട്ടികളെ എന്റെ കസ്റ്റഡിയിലുണ്ട്, ഒന്ന് നോക്കണം, ഒന്ന് നോക്കിയെന്നോർത്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് പല്ലവി അവിടെ ഇരിക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അപ്പം നമ്മുടെ മിത്രേട്ടൻ പറഞ്ഞു, പല്ലവിയോട് ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ സേതുവിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ മതിയോ? നമ്മുടെ സേതുവിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണ്ടേ പല്ലവി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി ചോദിച്ചു, അല്ല എന്തിനാ ഇപ്പൊ പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാ പെണ്ണ് കെട്ടിക്കുന്നതെന്നോ?
എന്താ പല്ലവി പറയുന്നത്? പെണ്ണ് കെട്ടുന്ന എന്തിനാ? ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് നടന്നാൽ മതിയോ? അപ്പൊ പെണ്ണ് കെട്ടണ്ടേ പല്ലവി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ പെണ്ണ് കെട്ടണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ അല്ലേ. സേതുവേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ സേതുവേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. താല്പര്യം ഇല്ലാതെ ഒരു കല്യാണം കഴിപ്പിക്കുന്നതിന് എനിക്ക് യോജിപ്പൊന്നുമില്ല. പിന്നെ എന്തും ഏതും കണ്ടും കേട്ടും ഒക്കെ ചെയ്യണം, അല്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പല്ലവിക്ക് ആ ഒരു വിവാഹകാര്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അതുപോലെ നമ്മുടെ സേതു പെണ്ണ് കാണാൻ വന്നതൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സേതു പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇപ്പൊ ഇതിൽ കഴിക്കല്ല, ഇനി ഇപ്പൊ പെണ്ണിന്റെ കാര്യവും ബ്രോക്കറിന്റെ കാര്യവും ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സേതു അങ്ങ് വിഷയം മാറ്റി കിട്ടും. പക്ഷെ അവിടെ കയറി ഒന്ന് കൊടുത്തായിരുന്നു കേട്ടോ. ഏതായാലും ആ ഒരു ട്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പല്ലവി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ലല്ലോ, നേരെ കോളേജിലേക്ക് പോവുകയാണ്. അപ്പൊ കോളേജിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൂട്ടുകാരിയോട്. അപ്പൊ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാടി നിനക്ക് സേതുവേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പം എനിക്ക് എന്താ അഭിപ്രായം പറയാനാ, നല്ലൊരു മനുഷ്യനാ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനും എനിക്ക് ഒരുപാട് കടപ്പാടുള്ള മനുഷ്യനും ഒത്തിരി സ്നേഹമുള്ള മനുഷ്യനൊക്കെ തന്നെയാ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഹുമാനമോ ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട് സേതുവേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്കും എന്താടി, അല്ല നിന്നെ അന്ന് പെണ്ണ് കാണാൻ വന്നത് ഈ സേതുവേട്ടനല്ലേ? അത് പിന്നെ അതൊരു അബദ്ധം പറ്റിയതല്ലേ? എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു ദൈവത്തിന്റെ നിയോഗമായിട്ട് തന്നെയാ. കാരണം അന്ന് പെണ്ണ് കാണാൻ വരാനും അങ്ങനെയൊക്കെ സംഭവിക്കാനും പിന്നെ ദേ ആ പാതിരാത്രി ദൈവത്തിന്റെ അവതാരം എടുത്തു വന്ന് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിന്നെ രക്ഷിക്കാനും ഇതിലൊക്കെ എന്തോ ലോജിക്കില്ലേ പല്ലവി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പല്ലവി പറഞ്ഞു, ലോജിക്കോ? എന്ത് ലോജിക്ക്? നീ എന്താ പെണ്ണെ ഈ പറയുന്നത്? നീയും അവള് പറയുന്ന പോലെ പാറു പറയുന്ന പോലെ വട്ട് പറയാണോ? എന്താ പാറു പറഞ്ഞത്? പാറു എന്നോട് പറയും നിനക്ക് ഭയങ്കര പ്രണയമാണ്, സേതുവേട്ടനോട് പ്രേമമാണെന്നൊക്കെ. സത്യമായിട്ടും ആ മനുഷ്യനോട് എനിക്ക് പ്രണയോ പ്രേമമൊന്നും അല്ല, ഒരു ആരാധനയാ, ഒരു വല്ലാത്തൊരു ആരാധന. ഈ ആരാധനയാ മാറി മാറി പ്രണയമൊക്കെ ആവുന്നത്. എന്തുകൊണ്ട് നിനക്ക് നോക്കിക്കൂടാ? അല്ല നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് നിന്നെ വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാള് സേതുവേട്ടനല്ലേ? പിന്നെ നീ എന്തിനാടി പേടിക്കുന്നത്? ആ ഇന്ദ്രനെ പോലെയുള്ളവരുടെ കയ്യിൽ നിന്നും കുറച്ച് മാറി നിന്ന് നടന്ന് ചങ്കൂറ്റത്തോടു കൂടി നിൽക്കണമെങ്കിൽ സേതുവേട്ടനെ പോലെ ഒരു പയ്യനെ കിട്ടിയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഞാനാണെങ്കിൽ സമ്മതിച്ചേനെ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും പല്ലവിയുടെ മനസ്സിലും കൂട്ടുകാരി അതും ഇതുമൊക്കെ പറഞ്ഞ് കുത്തി വെക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഋതികയും അതുപോലെ തന്നെ പ്രതാപനും കൂടി ചേർന്ന് പൂർണിമയ്ക്ക് ഒരു സ്നേഹം ഉണ്ടല്ലോ നമ്മുടെ സേതുവിനോട്. ആ സ്നേഹത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൂർണിമ സേതുവിനെതിരായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റൂല. പക്ഷെ പൂർണിമയ്ക്ക് സേതുവിനെ ഇഷ്ടമായതുകൊണ്ടും സേതുവിനെ മകനായിട്ട് കാണുന്നത് കൊണ്ടും ഇവർക്ക് വേറൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടോ നാളെ വരാൻ പോകുന്നത്. എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഫുൾ വിശേഷം ഈ ചാനലിലല്ല ഇടുന്നത്. ജിൽജിൽ ചിന്നു 2.0 ജിൽജിൽ ചിന്നു 2.0 എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അതിലാണ് നമ്മൾ ആ വീഡിയോ ഇടുന്നത്. വേറെ ഒന്നുകൊണ്ടുമല്ല നമ്മൾ അതിൽ വീഡിയോ ഇടുന്നത്. നമുക്ക് ഒത്തിരി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു ദിവസം ഒരു പരിധിയിൽ കൂടുതൽ വീഡിയോ, അതായത് കുറച്ച് വീഡിയോ ആണെങ്കിലും 8 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും കുറേ വീഡിയോ ഇടുന്നത് അത് നമ്മുടെ യൂട്യൂബിന്റെ പോളിസിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സേഫിന്, നമ്മുടെ ചാനലിന്റെ സേഫിനൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ വീഡിയോ ഇടാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ജിൽജിൽ ചിന്നു 2.0 മറക്കരുതേ, പോയി നോക്കണേ. അതിനകത്ത് നമ്മൾ ഫുൾ വിശേഷം എന്നും ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.